യൂസുഫ് സാജ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله مولانا العلي العظيم قال رسول الله صلى الله عليه وسلم إن لله عبادا خلقهم لحوائج الناس صدق رسول الله صلى الله عليه وسلم വളരെയധികം ബഹുമാനവും സ്നേഹവുമുള്ള നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസിന്റെ നേതൃത്വമായ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ മദക്ക, സ്റ്റേജിലുള്ള പ്രിയപ്പെട്ട നേതാക്കൾ, ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായ യൂസുഫ് സാജ, മുദരിസുമാർ, പ്രിയപ്പെട്ട നേതാക്കൾ, മുതഅല്ലിമുകൾ, സഹോദര സഹോദരിമാർ, സുദീർഘമായൊരു പ്രസംഗം ഇന്ന് ഉദ്ദേശിക്കുന്നില്ല. എല്ലാ മാസവും നമ്മുടെ ഈ മഞ്ച മർക്കസിൽ വെച്ച് മഹാന്മാരായ ഔലിയാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മൾ തീരുമാനിച്ച ഒരു മജ്ലിസാണ് മജ്ലിസുൽ ബദരീൻ റളിയല്ലാഹു അൻഹു. അസ്ഹാബുൽ ബദരീങ്ങളുടെ മദ്ഹ് പറയുന്ന, അവരുടെ പേര് വിളിക്കുന്ന, അവരുടെ പേര് പറഞ്ഞ് അല്ലാഹു തആലയോട് തവസ്സുൽ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന ഒരു മജ്ലിസ് എല്ലാ മാസവും ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കും. അതിന് നമ്മൾ സമയം കണ്ടുവച്ചിട്ടുണ്ട്. അത് എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിനാണ്. അത് പ്രകാരം നമ്മുടെ മജ്ലിസ് നടക്കേണ്ടത് 2-ാം താരീഖിനാണ്. ഒന്നിലായ തങ്ങളവറുകളെ നമ്മൾ ഏൽപ്പിച്ചു, അതിന്റെ പോസ്റ്ററും ഇറക്കി. പക്ഷേ 2-ാം താരീഖിന്റെ സമയങ്ങളിൽ അതിശക്തമായ മഴ പല സ്ഥലങ്ങളിലും വന്ന് ആളുകൾക്കെല്ലാം ഒരു ബേജാറായി, മൂഡ് ഓഫായി. അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട്ടിലെ ദുരന്തങ്ങളും ഉണ്ടായി. അപ്പൊ എന്തായാലും ആ ഒരു സമയത്ത് മജ്ലിസ് നമുക്ക് നീട്ടിവെക്കാമെന്ന് തീരുമാനിച്ചു. അത് ഇന്നേക്കാണ് നമ്മൾ മാറ്റിവെച്ചത്. ഭീകരമായ മഴ എന്ന് പറയുന്നത് അത് ആഗസ്റ്റ് 5 വരെ ഉണ്ടാകുമെന്ന് ഹവാമാന ഇലാഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തോടുകൂടി ഏകദേശം ശക്തമായ മഴയൊക്കെ തീർന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ദിവസം ആ ഒരു മജ്ലിസ് തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് ഈ മർക്കസ് മഞ്ചയിൽ നമ്മൾ വന്ന് ഏറ്റെടുത്തതിന് ശേഷമുള്ള 2-ാമത്തെ മജ്ലിസാണ്. കഴിഞ്ഞ മാസം ഒന്നിലായ വാലമുണ്ട ഉസ്താദ് അവർകൾ ഈ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തു തന്നു. അതിനു മുമ്പ് നമ്മൾ ആഴ്ചയിൽ വെള്ളിയാഴ്ച അല്ല, ഞായറാഴ്ച അസ്തമിച്ച മഗ്രിബിന്റെ സമയങ്ങളിൽ ചില മജ്ലിസുകൾ നമ്മൾ നടത്തിയിരുന്നു. ആ മജ്ലിസ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നടക്കുന്ന മജ്ലിസാണ്, സ്വലാത്ത് മജ്ലിസാണ്. അതിന് നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ വ്യാഴാഴ്ച മഗ്രിബിന്റെ ശേഷം, അതായത് വെള്ളിയാഴ്ച രാത്രി അത് ഇവിടെ നടക്കുകയാണ്. പരിസരത്തുള്ള നിരവധി സഹോദരിമാർ ആ മജ്ലിസിൽ സംബന്ധിക്കുന്നുണ്ട്. മാസത്തിലെ മജ്ലിസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മജ്ലിസ്. ആ മജ്ലിസിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട സാദാത്തുക്കളെയും ആലിമീങ്ങളെയും വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപദേശവും ദുആയും ചെയ്യിപ്പിക്കുന്ന മജ്ലിസായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരോടും പരിസരവാസികളോടും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും എനിക്ക് പറയാനുള്ളത്, എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും
ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ റിസർവ് ചെയ്ത് വെക്കണം. ആ ദിവസം നിങ്ങൾ ഈ മജ്ലിസ് ഹയാത്താക്കണം. 1000 വർഷങ്ങൾക്കധികമായി മറപ്പെട്ട് കിടക്കുന്ന വലിയാണ് ഇവിടെ ഉള്ളത്. വളരെയധികം പാരമ്പര്യമുള്ള പേരുള്ള കറാമത്തുകളുള്ള, പക്ഷെ അധികം ആളുകളും ശ്രദ്ധിക്കാത്ത വലിയ മഹാൻ അല്ലെങ്കിൽ മഹാന്മാർ ഈ നമ്മുടെ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ പള്ളിയും ദർസുമെല്ലാം ഉണ്ടാക്കി നമുക്ക് ദീനിന്റെ ചിഹ്നങ്ങൾ ഇവിടെ സ്ഥാപിച്ചു തന്ന ഒന്നരായ PMK മദനി ഉസ്താദ് അവറുകളും ഇവിടെ മറപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹു ഉസ്താദിന് വലിയ ദർജ ആഖിറത്തിൽ കൊടുക്കട്ടെ. മഹാന്മാർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനമാനങ്ങൾ നൽകിയവരുടെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ ലക്ഷ്യം വേറൊന്നുമല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഉറങ്ങുന്ന സ്ഥലത്ത് ആത്മീയമായ മജ്ലിസുകളും ഇൽമിന്റെ കേന്ദ്രങ്ങളും ഉണ്ടാകൽ അത്യാവശ്യമാണ്. കൊല്ലങ്ങളായി നാട്ടിൽ ദർസ് നടന്നു വരുന്നു. ഇക്കൊല്ലം ഒരു പുതിയ സ്റ്റൈലിന്റെ ദർസാണ് നമ്മൾ തുടങ്ങിയത്. ആദ്യത്തെ കൊല്ലമായതുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി വരുന്ന കൊല്ലങ്ങളിൽ ഒരുപാട് പ്ലാനുകളും പദ്ധതികളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തന്നാൽ ആ കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ ദർസ് ഏറ്റെടുത്ത ഉടൻ തന്നെ ഒന്നരായ കൂറത്ത് തങ്ങൾക്ക് വിളിച്ചു. മഞ്ചത്തിങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ദർസ് ഉദ്ഘാടനത്തിന്റെ ദിവസം മെയ് 10-ാമത്തെ ദിവസം 4 മാസങ്ങൾക്ക് മുമ്പ് ഒന്നരായ തങ്ങളവറുകളെ ഈ ദർസിന്റെ ഉദ്ഘാടനത്തിന്റെ സമ്മേളനത്തിൽ മെയ് 10-ാം താരീഖിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആ ദിവസം തങ്ങൾക്ക് വലിയ തിരക്കായിരുന്നു. തങ്ങൾ പറഞ്ഞു, താജുൽ ഉലമയുടെ പേരിലുള്ള വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തുന്ന ദിവസമാണ്, അതുകൊണ്ട് അന്ന് എനിക്ക് വരാൻ പറ്റൂല, പിന്നീട് വരാമെന്ന് തങ്ങളവറുകൾ പറഞ്ഞു. അതിനുശേഷവും ഞാനൊരു പ്രാവശ്യം തങ്ങളെ വിളിച്ചു. മഞ്ച എന്ന് പറയുന്ന ഈ നാടൊന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും തങ്ങളവറുകൾ ദുആ ചെയ്തു, ഇൻഷാ അല്ലാഹ് ഞാൻ വരാമെന്ന് പറഞ്ഞു. തങ്ങൾ ഇവിടെ ഒന്ന് വരണം, നമ്മുടെ ദർശനവും പള്ളിയിലൊക്കെ തങ്ങളൊന്ന് നടന്ന് ആ ഭാഗങ്ങളിലുള്ള എല്ലാ അരിഷ്ടങ്ങളും നീങ്ങി ബർക്കത്തുള്ള സ്ഥലമായി നമ്മുടെ സ്ഥലമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളെ നമ്മൾ ക്ഷണിച്ചു. പക്ഷേ തങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യമായില്ല. നമ്മൾ വന്നതിന് ശേഷം അല്ലാഹു തആല മഹാന്റെ ദറജ ഉയർത്തി അവർക്ക് അല്ലാഹു പരലോകത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. സഹോദരന്മാരെ, തങ്ങളെ ഇരുത്തി ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. നമ്മുടെ പരിപാടി കുറെ നീണ്ടുപോകുന്ന പരിപാടിയുമല്ല. മഗ്രിബിന്റെ ശേഷം തുടങ്ങിയാൽ നമ്മൾ ഏകദേശം ഇന്നത്തെ പരിപാടി 9:30-ക്ക് അവസാനിപ്പിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്തടുത്ത ദിവസങ്ങളിലായി നമ്മളെ ഈ മജ്ലിസ് എല്ലാവരും അറിയാത്തത് കൊണ്ട്, അറിഞ്ഞു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ ആളുകൾ അല്പം കുറവാണ്. ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 6-ാം താരീഖിന് നടക്കുന്ന മജ്ലിസ് നിങ്ങൾ വിജയിപ്പിക്കണം. ഒക്ടോബർ 4-ാം താരീഖിന്റെ ഇൻഷാ അല്ലാഹ് അത് കമ്മിറ്റി തീരുമാനിക്കും. സാന്ദർഭികമായി നിങ്ങളോട് പറയുകയാണ്, ഒക്ടോബർ 4-ന്റെ ദിവസം, അന്ന് ഒക്ടോബറിന്റെ നമ്മുടെ മജ്ലിസിന്റെ കൂടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമാകുന്ന റബീഉൽ അവ്വലിന്റെ അവസാന ഭാഗമായതുകൊണ്ട് ഒരു വലിയൊരു മീലാദിന്റെ ജൽസ ഒക്ടോബർ 4-ന്റെ വെള്ളിയാഴ്ച നടത്തണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ വിശദവിവരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പിന്നീട് കിട്ടും. അതും നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നരായ തങ്ങളവറുകൾ നമുക്കറിയാം. ആരാണ് കൂറത്ത് തങ്ങൾ? ജീവിതത്തിൽ അദ്ദേഹം എല്ലാ സമയങ്ങളും വളരെ പ്രയാസത്തിലായി. ചെറിയ പ്രായത്തിൽ അസുഖങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു. അതിന്റെ പേരിൽ ധാരാളം സബർ ചെയ്തു. പിന്നീട് അദ്ദേഹം തഹ്സീലായി, പണ്ഡിതനായി. അഹ്ലുബൈത്തും ആലിമും സൂഫിയും സാഹിദും ആബിദും ശുദ്ധമായ ഖുർആൻ നിരന്തരമായി ഓതുന്ന
ഖുർആനുമായിട്ട് ഹൃദയബന്ധമുള്ള ഒരു മഹാനും അസ്ഹാബുൽ ബദരീങ്ങളുടെ മേലിൽ ഏറ്റവും വലിയ മഹബത്തുള്ള ഒരാളുമായി മാറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തു. അല്ലാഹുവിന് ചില പ്രത്യേകമായ അടിമകളുണ്ട് എന്ന് വിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാം. ഇന്ന ലില്ലാഹി ഇബാദൻ ഖലഖഹും ലിഹവായിജിൻ നാസ്. അല്ലാഹു തആലക്ക് ചില പ്രത്യേക ദാസന്മാരുണ്ട്, അടിമകളുണ്ട്. അവരല്ലാഹു പടച്ചത് എന്തിനാണ്? ലിഹവായിജിൻ നാസി, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ജനങ്ങൾ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് പോയി പറയാനും ദുആ ചെയ്യിപ്പിക്കുവാനും അവരുടെ പൊരുത്തം വാങ്ങുവാനും ആശീർവാദം വാങ്ങുവാനുമായി ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് പടച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വലിയ ഔലിയാക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അവരുടെ അടുക്കലേക്ക് രാത്രിയും പകലും ആളുകൾ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ മഹാന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവരുടെ വാക്കുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. മഹാന്മാരായ ആളുകളുടെ നാവിൽ ഒരു കാര്യം വന്നാൽ അല്ലാഹു ആ കാര്യം ഏറ്റെടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ, അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അല്ലാഹു ഏറ്റെടുക്കും. കൂറത്തങ്ങൾ അവർ പറയുന്ന വാക്കുകൾ നിരവധി ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ആ അനുഭവങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? തങ്ങളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ടായി. തങ്ങൾ മന്ത്രിച്ചു കൊടുത്ത വെള്ളങ്ങളെ കൊണ്ട് നിരവധി ആളുകളുടെ രോഗം മാറി, പ്രയാസങ്ങൾ മാറി. തങ്ങൾ പറഞ്ഞൊരു വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് ആശ്വാസമായി. ബദരീങ്ങളുടെ പേരിൽ 40 ദിവസം യാസീൻ ഓതാൻ പറഞ്ഞപ്പോൾ യാസീനിന്റെ അവധി കഴിയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അല്ലാഹുമായുള്ള ബന്ധമാണ്, ഖുർആനുമായുള്ള ബന്ധമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആ ഖുർആൻ നിരന്തരമായി ഓതുന്ന ആളുകൾക്ക് അല്ലാഹു തആല രണ്ട് ലോകത്തും ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകും. ബദരീകളെ ഒരാൾ നന്നായി പിടിച്ചാൽ ആ ബദരീകൾ അവർക്ക് ആവശ്യമുള്ള ദുന്യവി ഉഖ്റവിയായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ബദരീങ്ങളെ പിടിച്ചിട്ടാണ് കൂറത്തതങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് ആ ബദരീങ്ങളുടെ പേരിലുള്ള ബന്ധവും ബദരീങ്ങളുടെ തവസ്സുലും തങ്ങളുടെ സ്ഥാനമാനങ്ങൾ അധികരിപ്പിക്കുകയും ആവശ്യമായ സഹായങ്ങൾ ചോദിച്ചു പോകുന്ന ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ ആവശ്യമായ ആ മാധ്യമം ഒരു വഴിയാവുകയും ചെയ്ത സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. കൂറത്തങ്ങളുടെ 40ന്റെ ദുആ ആഗസ്റ്റ് 17-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുകയാണ്. 40ന്റെ ദുആ നിരവധി മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും വന്ന് വരുന്നുണ്ട്. ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ വന്ദിരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവറുകളും ആഗസ്റ്റ് 17-ാം തീയതി കൂറത്ത് വരികയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളുടെ ഖാദിയായി AP ഉസ്താദ് അവറുകൾ അധികാരമേറ്റുകൊണ്ടിരിക്കുകയാണ്. 17-ാം താരീഖിലും 18-ാം താരീഖിലുമായി വിവിധ മഹല്ലുകളുടെ 100 മഹല്ലുകളുടെ ഖാദിയായി ഒന്നിരായ AP ഉസ്താദ് അവറുകൾ അധികാരമേൽക്കുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് സാജ അവറുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഞ്ചത്തെ ഖാദിയായിട്ടും ഇൻഷാ അല്ലാഹ് ശൈഖുനാ AP ഉസ്താദ് നമുക്ക് ബൈഅത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അത് മറ്റൊന്ന് 17-ഉം 18-ഉം ആയില്ലെങ്കിലും അതിന്റെ ഒരു തീരുമാനം നമുക്ക് പെട്ടെന്ന് എടുത്ത് ആ ഒരു വിഷയത്തിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് AP ഉസ്താദിന്റെ നേതൃത്വം നമ്മുടെ നാട്ടിലേക്കും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരോട്, ഈ മഹത്തായ മജ്ലിസിൽ വെച്ചുകൂടിയ എല്ലാ മുഅ്മിനീങ്ങളോട്, ഒരുപാട് സഹോദരന്മാർ നമ്മുടെ മജ്ലിസിലുണ്ട്. ആഴ്ചത്തെ സലാത്തിനും മാസത്തെ മജ്ലിസിനും നാട്ടിൽ നിന്നും പുറം നാട്ടിൽ നിന്നും ധാരാളം ആളുകൾ വരാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സുഹൃത്തുക്കളിൽപ്പെട്ട ആളുകളോടെല്ലാം മഞ്ച മർക്കസിലെ മജ്ലിസിനെ പറ്റി നിങ്ങൾ പറയണം. വലിയ വലിയാണ് അവിടെ പുറപ്പെട്ട് കിടക്കുന്നത്. ആ വലിയ നമ്മൾ പ്രചരിപ്പിക്കണം. അവിടുത്തെ മഹത്വം നമുക്ക് കിട്ടാൻ വേണ്ടി, അവിടുത്തെ ദുആഇന്റെ ഫലം കിട്ടാൻ വേണ്ടി, അവരെ വസീയയാക്കി ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ഹാസിലാകാൻ വേണ്ടി
അതുകൊണ്ട് കുനൂ മഅ സ്വാദിഖീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സ്വാലിഹീങ്ങളുടെ കൂടെ നിങ്ങൾ ആകണമെന്നാണ് അല്ലാഹു നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മൾ ആകാൻ, അവരെ നമ്മൾ സ്നേഹിച്ച് ബഹുമാനിച്ച് അവരെ നമ്മൾ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്ത് ഒരു ഫാത്തിഹയെങ്കിലും അവർക്ക് നമ്മൾ ഓതി. മുഹീദ്ദീൻമാരിൽ നമുക്ക് കാണാം, അവർക്ക് ഒരു ഫാത്തിഹ എപ്പോഴും ഓതുമെങ്കിൽ അവരെ ദുആയും ബറക്കത്തും കിട്ടുമേ. ആ ദുആയും ബറക്കത്തും കിട്ടാൻ വേണ്ടി സഹോദരന്മാരെ നമ്മൾ എല്ലാ നിലക്കും ആ മഹാന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ മഹാനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഹയാത്തുള്ള കാലത്ത് അവർ ജനങ്ങൾ അറിയുന്നതും മദ്ഹ് ചെയ്യുന്നതും ഇഷ്ടപ്പെടാറില്ല. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിലേക്ക് ഇസ്മായിൽ സാജ ദുബൈയിലെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്മാനും നാട്ടിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും നല്ല സഹായങ്ങൾ നൽകുന്ന ഒരു വലിയ ദാനിയും സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരുമായ ഇസ്മായിൽ അവர்கள் എത്തിയിട്ടുണ്ട്. ഉസ്താദ് അവർ ഫാറൂഖ് ഹിമമി ഉസ്താദ് അവർ സഖാഫി ഉസ്താദ് അവർ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മഹാന്റെ സിയാറത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഒരു ഫാത്തിഹയെങ്കിലും വീട്ടിൽ വെച്ച് നിങ്ങൾ ഓതണം. കാരണം എന്താണ്? ഒരു നാട്ടിലൊരു മഹാൻ ഉണ്ടാകുന്നത് മഹാൻ ഹയാത്തിലോ മൗത്തിലോ ഉണ്ടാകുന്നു. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഹയാത്തിനെക്കാളും വലിയ പവറാണ് മരിച്ചാൽ. സവാഉം മഹ്യാഹും വമമാതുഹും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാന്മാരുടെ ഹയാത്തും മൗത്തും ഒരുപോലെയാണ്. മറ്റൊരു നിലക്ക് നോക്കിയാൽ മരണത്തിന് ശേഷം അവരുടെ പവർ കൂടുകയാണ്. എന്തുകൊണ്ടാണ് കൂടുന്നത്? ആ സമയത്ത് അവർക്ക് കിബിർ വരാനില്ല, മനസ്സിൽ വേറെ ചിന്തകൾ വരാനില്ല, ഈമാൻ തെറ്റിപ്പോകുമെന്ന ഭയം അവർക്ക് വരാനില്ല. ഈമാനെ പറ്റിയുള്ള പേടിയുള്ളത് ജീവിതത്തിലാണ്. മരിച്ചതിന് ശേഷം ആ ഭയമില്ല. അവർക്ക് നമ്മളെല്ലാം ഓതി 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 ഹദിയ ചെയ്ത് സഹോദരന്മാരെ അവരുടെ സ്ഥാനമാനങ്ങൾ വലിയൊരു അവസ്ഥയിലേക്ക് ഉയരുമ്പോ അവർക്കും അതിന്റെ സന്തോഷം, ആ സന്തോഷത്തിന്റെ പവർ, അതിന്റെ ബർക്കത്ത് നമുക്കും കിട്ടും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പരിസരത്തുള്ള മുഅ്മിനീങ്ങളോട്, ഈ മജ്ലിസിലെത്തിയവരോട്, ഓൺലൈനിൽ ഈ കാര്യം കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മഞ്ചത്ത് ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമായി നിങ്ങൾ കാണണം. സൗകര്യമാകുന്ന സമയങ്ങളിൽ നിങ്ങൾ വന്ന് സിയാറത്ത് ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഈ മഖാമിലേക്ക് സിയാറത്ത് നിങ്ങൾ പറഞ്ഞേക്കണം. കാരണം ഒരു നാട്ടിലൊരു മഹാനുണ്ടാകുന്ന സമയത്ത് ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നാട്ടിലുള്ള നൂറുകണക്കിന് വീടുകൾക്ക് അല്ലാഹു തആല കാവൽ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. 100 വീട് എന്ന് റസൂലുള്ള പറഞ്ഞു. ഒരു നാട്ടിലൊരു മഹാനുണ്ടെങ്കിൽ അയാളുടെ ബർക്കത്ത് 100 വീടുകൾക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ദുവൈറാത്തിൻ ഹൗലഹു, അവരുടെ ചുറ്റുഭാഗത്തുള്ള നിരവധി വീടുകൾക്ക് അതിന്റെ ബർക്കത്ത് കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരു മഹാൻ ഒരു നാട്ടിലുണ്ടായാൽ, വിശേഷമായി മരണപ്പെട്ട ഒരു വലിയന്റെ ഖബർ മഖാമുണ്ടായാൽ, അതുമായുള്ളൊരു ആത്മബന്ധം, സിയാറത്തിന്റെ ബന്ധം, അതൊക്കെ നമ്മൾ വെച്ചു പുലർത്തിയാൽ ആ നാട്ടിലും പരിസരത്തുമുള്ള വീടുകൾക്കും നാടുകൾക്കും ആളുകൾക്കും അതിന്റെ ബർക്കത്തും ഖൈറും കിട്ടുമെന്ന് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സിയാറത്ത് ധാരാളം ഇവിടെ നടക്കണം. ഈ നാട്ടിലെയും പരിസരത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഇടയ്ക്കിടെ സിയാറത്ത് ചെയ്യണം. യാസീൻ ഓതാൻ സമയമില്ലെങ്കിൽ ഫാത്തിഹയെങ്കിലും ഓതണം. രണ്ടാമതായി, ഇവിടെ നടക്കുന്ന മാസിക മജ്ലിസുകൾ നിങ്ങൾ ഹയാത്താക്കണം. നിങ്ങളുടെ ഇൻഷാ അല്ലാഹ് നാട്ടിലെയും വീട്ടിലെയും കുടുംബക്കാരോടൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസ് എല്ലാ വെള്ളിയാഴ്ചയും, ആദ്യത്തെ വെള്ളിയാഴ്ച ഇംഗ്ലീഷ് മന്തിൽ നടക്കുന്ന മജ്ലിസ്
നിങ്ങളത് ഹയാത്താക്കണം. നമുക്ക് പൈസ കിട്ടാനോ പിരിവ് അധികരിക്കാനോ വേറെ എന്തെങ്കിലും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്കല്ല പറയുന്നത്. ഈ ഒരു മജ്‌ലിസ് നാട്ടിലേക്കും പരിസരത്തേക്കും ആവശ്യമാണ്. അല്ലാഹു തആലയോട് അവന്റെ മഹാന്മാരായ ആളുകളെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബദരീങ്ങളുടെ മജ്‌ലിസാണിത്, ആ ബദരീങ്ങളുടെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അത് കാവലും പരിഹാരവുമാവും. ലോകത്ത് മുഴുവനും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടങ്ങളും മുസീബത്തുകളുമാണ് സഹോദരന്മാരെ. വയനാട്ടിലെ ഭൂമി കുലുക്കം മാത്രമല്ല, വയനാടിലെ ലാൻഡ് സ്ലൈഡുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിന്റെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലുകളും ഭൂകുസിതങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് മുസീബത്തുകൾ. ബ്രിട്ടനിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളാണ്. ഇസ്രായേലിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളെ ഫലസ്തീനിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവനും പ്രശ്നങ്ങളും ദുഃഖങ്ങളും കരച്ചലുകളും യുദ്ധങ്ങളും രക്തങ്ങളും വേദനകളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ തവസ്സുൽ ചെയ്തുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് അവരുടെ പേരിൽ അല്ലാഹുവോട് ചെയ്യുന്ന ദുആകളാണ് നമ്മുടെ കാവൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഞ്ചത്ത് വറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ മഹാന്മാരാണെന്നും അവര് ബദരീങ്ങളിൽപ്പെട്ട ആളുകളാകാനുള്ള സാധ്യതയുണ്ടെന്നും സ്വഹാബികളാകാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞ മഹാന്മാരുണ്ട്. അതൊന്നും നമ്മൾ ഇങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുകയല്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞ മഹാന്മാരുണ്ട്. അതൊക്കെ ആകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത്രയും വലിയ മഹാന്മാരെ നമ്മൾ കണ്ടെത്തി അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകി അവരെ കൊണ്ട് കിട്ടുന്ന ദുനിയാവിനെയും ആഖിറത്തെയും ഗുണങ്ങളെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു നമ്മൾ വിജയികളിൽ പെടുത്തുമാറാവട്ടെ. നമ്മുടെ നാട്ടിലെ ദർസ് PMK ഉസ്താദ് സ്ഥാപിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അതൊരുപാട് കൊല്ലമായി നടന്നു വരുന്നു. ഇപ്രാവശ്യം മർക്കസ് അക്കാഡമി ഓഫ് തിയോളജി എന്ന പേരിൽ ദീനും ദുനിയാവും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ കൊല്ലമായതുകൊണ്ട് ചെറിയ കുറച്ചു കുട്ടികളെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കൊല്ലങ്ങളിൽ പദ്ധതികൾ വേറെ വേറെ പദ്ധതികളുമായി നിരവധി ആളുകളെ ഇൻഷാ അല്ലാഹ് ഇവിടെ അഡ്മിഷൻ നൽകി വലിയൊരു ദീനി കേന്ദ്രമായി വളർത്തിയെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഒരു ദർസ് നടക്കുന്ന സമയത്ത് ആ ദർസിലേക്ക് ആവശ്യമായ ഒരുപാട് സഹായങ്ങൾ നിങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ പൈസ അയച്ചിട്ടുണ്ട്. ഇവിടേക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ പൈസകളും തേങ്ങ അയച്ചിട്ടുണ്ട്. അതേപോലെ സാധനങ്ങൾ പഞ്ചസാരയും അരിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരുണ്ട്. കുറെ ഒന്നും വരുന്നില്ല, കുറച്ച് ആളുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ ദർസിന് വലിയ ഉപകാരമാകും. ഒരു മാസത്തിൽ 1,00,000 ഉറുപ്പിക ഈ ഒരു ചെറിയ ദർസിന്റെ നിലനിൽപ്പിൽ നമുക്ക് ചിലവായിട്ട് വരുന്നു. ചിലവ് വരുന്നുണ്ട്. 1,00,000 ഉറുപ്പികയിലധികം വരുന്നുണ്ട്. അതിന് യാതൊരു വരുമാനങ്ങളുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നൽകുന്ന സംഭാവനകളല്ലാതെ മറ്റൊന്നും നമുക്ക് ഈ ദർശനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളിൽ കാണുന്നില്ല. ഈ ഒരു മെയ് മാസത്തിൽ തുടങ്ങി നമ്മുടെ ദർശന്റെ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ കടമായിട്ട് ദർശന്റെ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിന് വേണ്ടി, അതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ചില പണികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത കൊല്ലം നമ്മൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ ഒരു ബിൽഡിംഗിന്റെ പണിക്ക് അത്യാവശ്യമായ അതിന്റെ സ്ലാബും അതേപോലെ തന്നെ കോൺക്രീറ്റും അതിന്റെ മതിലുകളൊക്കെ ആവേണ്ടതുണ്ട്. അതിനെ കംപ്ലീറ്റ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ അത് തുടങ്ങിയതിന്റെ പില്ലറിട്ട് കുറെ കൊല്ലങ്ങളായി. അത് ഇന്ന് വരെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. നിരവധി ആളുകൾ നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൈനബ ബൈരികട്ടെ എന്ന് പറയുന്ന ഒരു സഹോദരി 500, യൂസുഫ് ഫൈസാരി എന്നൊരു സഹോദരൻ 500, കരീം സമടക്ക എന്ന് പറയുന്ന ഒരു സഹോദരൻ തേങ്ങകൾ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ഓരോ മാസങ്ങളിലും റേഷന്റെ പൈസ 10,000 ഉറുപ്പിക ഏറ്റെടുത്ത കുറെ സഹോദരന്മാരുണ്ട്. അവരെല്ലാവരും ഇൻഷാ അല്ലാഹ് ജൂൺ ജൂലൈ മാസങ്ങളിൽ അത് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. മെയ് മാസത്തിലും ആണ് നമ്മൾ തുടങ്ങിയത്. ഇപ്രാവശ്യം അബൂബക്കർ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അതിലേക്ക് ആവശ്യമായ 10,000 ഉറുപ്പിക അദ്ദേഹം എത്തിച്ചു തന്നിട്ടുണ്ട്.
അതിനുവേണ്ടിയൊക്കെ നമ്മുടെ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട യൂസുഫിച്ചയും സെക്രട്ടറി ബഹുമാനപ്പെട്ട റിയാസും AK റിയാസും അതേപോലെ നമ്മുടെ മറ്റുള്ള ഈ നാട്ടിലെ നേതാക്കളും ജമാഅത്തിന്റെ പ്രധാനികളും ധാരാളം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ഖൈർ നൽകുമാറാവട്ടെ. അതേപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് സാജ യൂസുഫ് സാഹിബ്, നമ്മുടെ ജനറൽ സെക്രട്ടറി ഫാറൂഖ് എഞ്ചിനീയർ, അദ്ദേഹം ബാംഗ്ലൂരിലായതുകൊണ്ട് ഈ പരീക്ഷ എത്താൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ജമാഅത്തുകാർ ഒരുപാട് ആളുകൾ ഇതിന് സഹായിച്ചിട്ടുണ്ട്. ഇന്നത്തെ മജ്ലിസിന് അസീസ് പൈസാരി എന്ന് പറയുന്ന സഹോദരൻ 3000 രൂപ എത്തിച്ചെന്നിട്ടുണ്ട്. അതേപോലെ ഒക്കത്തൂറുകാരനായ ഒരു സഹോദരൻ അയ്യൂബ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വീട്ടിലത്തൊരു കോഴിപ്പീടിക നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിക്കൻ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ചിക്കനുകൾ എത്തിച്ചു തരാറുണ്ട്. ഇന്നും അദ്ദേഹം കുറച്ച് ചിക്കനുകൾ എത്തിച്ചെന്നിട്ടുണ്ട്. അതേപോലെ സവണൂർ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹവും എല്ലാ ആഴ്ചകളിലും ഇവിടേക്ക് ചിക്കൻ എത്തിക്കുന്നുണ്ട്. പിന്നെ അഷ്റഫ് ബുള്ളായി എന്ന് പറയുന്ന ഒരു സഹോദരൻ മുത്തഅല്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റും മറ്റു സാധനങ്ങൾ എത്തിച്ചു തരാറുണ്ട്. കൗശിക് ഈ മൈക്കിന്റെ ഏർപ്പാടുകളൊക്കെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ഏർപ്പാട് ചെയ്തു തന്ന ആളാണ്. അതേപോലെ തന്നെ അനസ്, ഇവിടുത്തെ നല്ല നല്ല പരിപാടികളൊക്കെ വന്ന് ഫുഡ് ഉണ്ടാക്കി തന്ന് സഹകരിക്കുന്ന അനസുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉമർച്ചണ്ട് ഹിരിയ വ്യക്തിയാണ്. പിന്നെ എല്ലാ വീടുകളിൽ നിന്നും പത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സഹോദരന്മാർക്കെല്ലാം അല്ലാഹു ഖൈറും സന്തോഷവും നൽകുമാറാവട്ടെ. യൂസുഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ വലിയൊരു പ്രശ്നം മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി സന്തോഷം കൊടുക്കട്ടെ. തങ്ങളവர்கள் അതിനൊക്കെ ദുആ ചെയ്യും. SYSന്റെ മാടന്നൂർ ട്രഷററായിരുന്ന റസാഖ് എന്ന് പറയുന്ന ഒരാളെ കഴിഞ്ഞ മാസം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അതേപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ ശക്തിയായ തഖീദ്ദീൻ മദനി ഉസ്താദ് അവர்கள், അദ്ദേഹം ഇതിനു വേണ്ടി ധാരാളം കഷ്ടപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ പ്രചരണം നടത്തുന്ന ആളാണ് തഖീദ്ദീൻ മദനി. അതേപോലെ തന്നെ നമ്മുടെ അജ്ജിനടക്കം മുഹമ്മദ് സാഹിബ് അവர்கள், മുഹമ്മദ് ഉസ്താദ്, അദ്ദേഹവും ഒരുപാട് കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിലും പോയി ഈ ഒരു മാസത്തേക്ക് ആവശ്യമുള്ള 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി അവരും ധാരാളം കഷ്ടപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഉമർച്ചന്റെ ഉമ്മ കുറിച്ച് സുഖമില്ലാതെ പ്രയാസത്തിലാണ്. അല്ലാഹു തആല അവർക്ക് എല്ലാവിധ ക്ഷേമവും സന്തോഷവും നൽകുമാറാവട്ടെ. ഞങ്ങൾ നടത്തുന്ന മംഗളൂർ സുഹൃത്തുക്കളിനടുത്തുള്ള കാട്ടിപ്പള്ള മിസ്ബാഹ് വിമൻസ് കോളേജിലെ ഒരു സ്റ്റുഡന്റ്, 2ാം ശരീഅത്ത് പഠിക്കുന്ന 2ാം കൊല്ലം ശരീഅത്ത് പഠിക്കുന്ന 17-18 വയസ്സ് മാത്രം പ്രായമുള്ള സുഫൈറ എന്ന് പറയുന്ന ഒരു മകൾ ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചെറിയൊരു പെൺകുട്ടിയാണ്. അല്ലാഹു തആല കുട്ടിക്ക് സമ്പൂർണമായ പരലോക ജീവിതത്തിന്റെ സന്തോഷം നൽകുമാറാവട്ടെ. ആ കുടുംബത്തിന് സഹിക്കാനുള്ള ശക്തി അല്ലാഹു നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, വയനാട്ടിൽ മരണപ്പെട്ടു പോയ 350-ലധികം ആളുകൾ, അവരിലുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും ശുഹദാക്കളുടെ സ്ഥാനവും അല്ലാഹു നൽകുമാറാവട്ടെ. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച നമ്മുടെ കിന്നറ്റ് തങ്ങളവകൾ മരിച്ചു. കിന്നറ്റ് അലവി തങ്ങളവകൾ കൂറത്തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. 1 മിനിറ്റ് പോലും ഫുർസത്തില്ലാതെ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഇങ്ങനെ മരിച്ചു. അങ്ങനെ നിരവധി മരണങ്ങൾ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതിനെ തൊട്ടൊക്കെ അല്ലാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്കെല്ലാം ഖൈർ നൽകുമാറാവട്ടെ. നമ്മുടെ മുദർരിസ് ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് മൽഹരി സഖാഫി ഉസ്താദ് അവர்கள், നമ്മുടെ മാനേജർ റഊഫ് ഹാഷിമി ഉസ്താദ് അവர்கள், അതേപോലെ തന്നെ നമ്മുടെ എല്ലാ നേതാക്കളും, മിസ്ബാഹി അവர்கள் വിക്ലഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ആളാണ്. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട സാലിഹ് ഹനീഫി അവர்கள் മർക്കസുൽ ഡിഗ്രി കോളേജിലെ മുദർരിസാണ്. നമ്മുടെ പ്രിയപ്പെട്ട അബൂ നബീൽ ബഷീർ മദനി അവர்கள் എല്ലാ സ്ഥലങ്ങളിലും ഓൺലൈൻ സർവീസുകളിലൂടെ നമ്മുടെ സ്ഥാപനത്തിന്റെ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നു. ഉവൈസ് PTA അവர்கள் നമ്മുടെ യുവജനങ്ങളുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഉറൂസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ സാജിദ് ഉസ്താദ്, ഫാറൂഖ് ഹിമമി ഉസ്താദ് അവர்களுം എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതേപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാം, നമ്മുടെ ഇസ്മായിൽ, അദ്ദേഹത്തെ എനിക്ക് കുറഞ്ഞ പരിചയമാണ്. ഇവിടെ വന്നതിന് ശേഷം 1 മാസം മുമ്പാണ് കണ്ടത്, ദിവസങ്ങൾക്ക് മുമ്പ്. അൽഹംദുലില്ലാ, ധാരാളം ദീനിയായ വിഷയങ്ങളിൽ സഹകരിക്കുകയും സഹായിക്കുകയും ആലിമീങ്ങളും സാദാത്തുക്കളുമായി വളരെ ബന്ധമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനാണ്. കൂറത്തങ്ങളുമായിട്ടും അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ടും നല്ല ബന്ധത്തോടുകൂടി ദീനിയായ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും മുന്നോട്ട് വന്നുകൊണ്ട് ഇടപെടുന്ന
ഒരു നേതാവാണ്, ഉമറ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അവർകൾ. അല്ലാഹു തആല അദ്ദേഹം നടത്തുന്ന എല്ലാ കച്ചവടങ്ങളും ബിസിനസ്സുകളും വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും അല്ലാഹു സന്തോഷത്തിലും വിജയത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും മർക്കസ് മഞ്ചയുടെ വകയിലായിട്ട് ഞാൻ അർപ്പിക്കുകയാണ്. നമ്മുടെ മഹല്ലിലെ നിരവധി പ്രധാനപ്പെട്ട ആളുകൾ, യൂസുഫ് ഷാ, അഷ്റഫ്, യാക്കൂബ്, യൂസുഫ്, അങ്ങനെ പല ആളുകളും, ഉമർ ഷാ, കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഉക്കുട അബുക്കുർച്ച, നമ്മുടെ ഉറൂസിന്റെ സമയത്ത് അദ്ദേഹം ചെയ്ത കഷ്ടപ്പാടുകൾ, വലിയ പ്രവർത്തനമാണ് അബൂബക്കർ സാഹിബ് അവർ നടത്തിയത്. അദ്ദേഹവും ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. എനിക്ക് എല്ലാവരുടെയും മുഖപരിചയം ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് സാജ ഹമീദ് ഷാ അവർക്കെല്ലാം അല്ലാഹു ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ആകുമ്പോഴേക്കും കുറെ ആളുകളെ പരിചയമാവും. അപ്പൊ എല്ലാവരെയും നമുക്ക് പേര് പറയാൻ സാധിക്കും. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങൾ എല്ലാ സമയങ്ങളിലും മർക്കസ് മഞ്ച എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹകരിക്കുകയും സഹായിക്കുകയും പ്രചരിപ്പിക്കുകയും ഇത് വലിയൊരു ദീനിന്റെ കേന്ദ്രമായി, സിയാറത്തിന്റെ കേന്ദ്രമായി, വലിയൊരു ഇൽമിന്റെ കേന്ദ്രമായി മാറ്റാൻ PMK ഉസ്താദിന്റെ സ്വപ്നം പോലെ ഈ നാട്ടിൽ ലോകത്തെല്ലാം അറിയപ്പെടുന്ന ഒരു മഹല്ലായി, മഞ്ച എന്ന് പറയുമ്പോൾ തന്നെ അറിയണം, അപ്പൊ അധികം ആളുകൾക്ക് അറിയുന്നില്ല, അങ്ങനെ അറിയുന്ന ഒരു മഹത്തായ സ്ഥലമായി ഈ സ്ഥലത്തെ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അവர்கள் നമുക്കറിയാം, ഉദ്യാപനത്തെ വളരെ പ്രശസ്തമായ ഒരു അഹ്ലുബൈത്ത് പരമ്പരയിൽപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ മദക്ക എന്ന് പറയുന്ന നമ്മുടെ ഈ അടുത്തുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ദീനി ഖിദ്മത്ത് ചെയ്തുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾക്കും ഖിദ്മത്തുകൾക്കും മജ്ലിസുകൾക്കും അദ്ദേഹം നേതൃത്വം നൽകുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് എല്ലാവിധ ഖൈറുകളും സന്തോഷങ്ങളും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹു തആല ഒന്നിരായ കൂറത്തങ്ങൾ, ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, വളപട്ടണം ഖാസിയായിരുന്ന ജലാലുദ്ദീൻ തങ്ങൾ സഖാഫി അവர்கள் മരിച്ചുപോയി. അതോടൊപ്പം തന്നെ മറ്റു പണ്ഡിതന്മാരും മരിച്ചുപോയി, സാദാത്തുക്കൾ മരണപ്പെട്ടു പോയി, മുതഅല്ലിമീങ്ങൾ മരണപ്പെട്ടു പോയി. എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുത്ത് സ്വർഗ്ഗലോകത്തിൽ ഹബീബായ തങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇൻഷാ അല്ലാഹ് ഒന്നിരായ ശിഹാബുദ്ദീൻ തങ്ങൾ അവരുടെ ദുആക്ക് വേണ്ടിയും നസീഹത്തിന് വേണ്ടിയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.